السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു മുതഅല്ലിം വിദ്യാർത്ഥികളെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അഹ്കാമുൽ ഹൈലി വ ഹുക്മുഹാ. ഹൈൽ എന്ന് വെച്ചാൽ ചില പ്രത്യേക സമയത്ത് സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് വരുന്ന രക്തമാണ് ഹൈൽ. ഹൈല് വരുന്നതിൽ ഏറ്റവും ചെറിയ പ്രായം 9 വയസ്സാണ്. ഈ 9 വയസ്സാകുന്നതിന് 16 ദിവസമുണ്ടെങ്കിൽ ആ 16 ദിവസത്തിന്റെ ഇടയിലായി രക്തം കാണുകയാണെങ്കിൽ അതും ഹൈല് തന്നെയാണ്. ഹൈലിൽ ഏറ്റവും ചുരുങ്ങിയ സമയം ഒരു ദിവസമാണ്. അധികരിച്ചത് 15 ദിവസവുമാണ്. രണ്ട് ഹൈലിന്റെ ഇടയിൽ ഏറ്റവും ചുരുങ്ങിയ ശുദ്ധിയുടെ കാലാവധി 15 ദിവസമാണ്. ഹൈലിന്റെ കാലാവധി, അതായത് 9 വയസ്സ് തികഞ്ഞതിനു ശേഷം ഒരു സ്ത്രീ രക്തം കാണുകയാണെങ്കിൽ ആ രക്തം അക്കലുൽ ഹൈലിനേക്കാൾ ചുരുങ്ങിയിട്ടുമില്ല, അധികരിച്ച ഹൈലിനേക്കാൾ കൂടിയിട്ടുമില്ല, എന്നാൽ അതും ഹൈൽ തന്നെയാണ്. ഇനി ആ 15 ദിവസത്തേക്കാൾ 15 ദിവസത്തേക്കാൾ അധികരിച്ച് രക്തം വരികയാണെങ്കിൽ, എന്നാൽ അവൾ തുടക്കക്കാരിയും അവൾക്ക് രക്തത്തെ വേർതിരിച്ച് അറിയാൻ പറ്റുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, അതായത് കട്ടിയുള്ള രക്തം, കട്ടിയില്ലാത്ത രക്തം, അങ്ങനെ വേർതിരിച്ച് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അതിൽ കട്ടി കുറഞ്ഞതായ രക്തം ഇസ്തിഹാദായി പരിഗണിക്കും. ആ രൂപത്തിൽ കട്ടിയില്ലാത്ത രക്തം, കട്ടിയുള്ള രക്തം ഹൈലായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ഒരു മാസത്തിൽ ഒരു സ്ത്രീക്ക് നിരന്തരം രക്തം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് 4 ദിവസം അവൾക്ക് കട്ടിയുള്ള രക്തം വരികയും പിന്നെയുള്ള ദിവസങ്ങൾ അവൾക്ക് കട്ടിയില്ലാത്ത രക്തം വന്നാൽ ആ 4 ദിവസം ഹൈലൈറ്റ് ആണ് പരിഗണിക്കുന്നത്, ബാക്കിയുള്ള ദിവസം ഇസ്തിഹാദായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ ഈ കട്ടിയായി വരുന്ന രക്തം അക്കലുൽ ചുരുങ്ങിയ ഹൈലിനേക്കാൾ കുറയാനും പാടില്ല, അധികരിച്ച ഹൈലിനേക്കാൾ കൂടാനും പാടില്ല. ഈ ലൈഫായി വരുന്ന ഈ കട്ടിയില്ലാത്ത രക്തം അക്കല്ലു തുഹറിനേക്കാൾ അധികരിക്കാനും പാടില്ല എന്നാണ് ഇതിലുള്ള നിബന്ധന. അതായത് ഒരു സ്ത്രീക്ക് ഒരു 5 ദിവസം കട്ടിയുള്ള രക്തം കാണുകയും ബാക്കിയുള്ള ദിവസം കട്ടിയില്ലാത്ത രക്തം കാണുകയാണെങ്കിൽ ആ കട്ടിയുള്ള ദിവസങ്ങളിൽ അവൾക്ക് നിസ്കാരം നിർബന്ധമാകും. ആ രൂപത്തിൽ കട്ടിയുള്ള സമയത്ത് ആണെങ്കിൽ അവൾക്ക് നിസ്കാരം ഹറാമാണ്, ആ രൂപത്തിൽ വത്ത് ഹറാമാണ്, ആ രൂപത്തിൽ വരും. ബാക്കിയുള്ള സമയത്തിൽ ബാക്കിയുള്ള നിയമങ്ങളാണ് അവൾക്ക് വരുന്നത്. എന്നാൽ തുടക്കക്കാരിയാണ്, അവൾക്ക് രക്തത്തെ വേർതിരിച്ച് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ വേർതിരിച്ച് അറിയുന്നതിന്റെ ഷർത്ത് നഷ്ടപ്പെട്ടതാണെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ അക്കല്ലു തുഹർ, ഈ കട്ടിയുള്ള രക്തം അക്കല്ലു തുഹറിനേക്കാൾ ചുരുങ്ങാനും പാടില്ല, അക്സറുൽ ഹൈദിനേക്കാൾ കൂടാനും പാടില്ല, ഈ ലൈഫായ രക്തം അക്കല്ലു തുഹറിനേക്കാൾ അധികരിക്കാനും പാടില്ല, അങ്ങനത്തെ ഒരു ഷർത്ത് അവൾക്ക് നഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു സ്ത്രീ ആണെങ്കിൽ അവൾക്ക് മാസത്തിൽ ഒരു ദിവസം ഹൈലായി പരിഗണിക്കുകയും ബാക്കി 29 ദിവസം ശുദ്ധിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി ഒരു സ്ത്രീ, ആ സ്ത്രീ തുടക്കക്കാരിയല്ല, സാധാരണയായി വരുന്ന ഒരു ഹൈല് സാധാരണയായി വരുന്ന ഒരു സ്ത്രീയാണ്. അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുമില്ല. ആ സമയത്ത് അവൾ മുമ്പുള്ള ഹൈല് തുഹറിലേക്ക് ഹൈല് തോറിലേക്ക് അവൾ മടങ്ങേണ്ടതാണ്. മുമ്പുള്ള ഹൈല് എത്ര കാലമായിരുന്നു അവൾക്ക് ഹൈല് ഉണ്ടായിരുന്നത്, ആ രൂപത്തിൽ അവൾക്ക് എത്ര കാലമായിരുന്നു ശുദ്ധി ഉണ്ടായിരുന്നത്, അതിലേക്കാണ് മടങ്ങേണ്ടത്. മുമ്പത്തെ മാസം 4 ദിവസം ഹൈലാണെങ്കിൽ ഈ മാസവും അവൾക്ക് 4 ദിവസം ഹൈലാണ്. ഈ ആദത്ത് പരിഗണിക്കുന്നത് ഒരു പ്രാവശ്യം ഉണ്ടായാൽ അത് ആദത്തായിട്ട് പരിഗണിക്കും. അത് 2ഓ 3ഓ 2നേക്കാൾ അധികരിക്കണോ അങ്ങനത്തെ ഒന്നും അത്ര നിബന്ധനമില്ല. ഇനി ഒരു സ്ത്രീ, ആ സ്ത്രീ പതിവായി വരുന്ന ഹൈല് പതിവായി വരുന്ന സ്ത്രീയാണ്. അതേ രൂപത്തിൽ അവൾ
രക്തത്തെ വേർതിരിച്ച് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അവൾക്ക്. അത്തരം സന്ദർഭത്തിൽ ആ സ്ത്രീ പതിവിലേക്ക് മടങ്ങാതെ അവൾ വേർതിരിക്കുന്നതിൽ അവൾ മടങ്ങേണ്ടതാണ്. അതായത് ഒരു സ്ത്രീക്ക് കഴിഞ്ഞ മാസം 5 ദിവസമായിരുന്നു ഹൈദ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മാസത്തിൽ ഇപ്പോൾ 10 ദിവസം കട്ടിയുള്ള രക്തം വന്നു. എന്നാൽ ഈ കട്ടിയുള്ള രക്തമുള്ള കാലാവധിയാണ് അവൾക്ക് ഹൈലായി പരിഗണിക്കുന്നത്. ഇനി ഒരു സ്ത്രീ മുതഹയ്യിറത്തായ സ്ത്രീ, അതായത് ഒന്നും അറിയില്ല, അവളുടെ മുമ്പെന്ന ഹൈദിന്റെ പതിവോ അതിന്റെ വക്തോ ഒന്നും അവൾക്ക് അറിയുന്നില്ല എങ്കിൽ അത്തരം ചെയ്യേണ്ടത് അവൾ സൂക്ഷ്മത പിടിക്കൽ അത്തരം സ്ത്രീകൾക്ക് നിർബന്ധമാണ്. അതായത് അപ്പോൾ അവൾക്ക് വത്ത് ഹറാമായി വരും. ആ രൂപത്തിൽ നിസ്കാരത്തിലല്ലാതെ ഖുർആൻ പാരായണം ചെയ്യലും ഖുർആൻ സ്പർശിക്കലും ഹറാമായി വരും. എന്നാൽ നിസ്കാരവും ഫർദ് നിസ്കാരം അവൾക്ക് നിർബന്ധമായി വരും. ആ രൂപത്തിൽ സുന്നത്ത് നിസ്കരിക്കാവുന്നതാണ് അവൾക്ക്. ആ രൂപത്തിൽ ഓരോ ഫർദിനു വേണ്ടിയും അവൾ കുളിക്കൽ നിർബന്ധമായി വരും. കാരണം ഏതൊരു സമയത്തും ഈ ഹൈൽ എന്ന സാധ്യതയുള്ള രക്തം മുറിയാൻ സാധ്യത ഉണ്ടായതിനു വേണ്ടി അവൾ ഓരോ ഫർദിനു വേണ്ടിയും കുളിക്കൽ നിർബന്ധമാകും. ഇത്തരം വിഷയങ്ങളാണ് ഒരു സ്ത്രീക്ക് രക്തത്തെക്കുറിച്ച് 15 ദിവസത്തേക്കാൾ കൂടുതൽ രക്തം വരികയാണെങ്കിൽ ഇത്തരം നിബന്ധനകളാണ് ഓരോ സ്ത്രീകൾക്കും ഉള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.